ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു മുമ്പുള്ള വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് അത് വിടേണ്ടതില്ല, വിൻസെന്റ് എംപോൾ ആയിരുന്നു, അദ്ദേഹം അത് വിടേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എങ്കിൽ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ അത് പുറത്തു വിടേണ്ടതാണ് എന്ന് പറയുന്നു. വളരെ ശരിയായൊരു തീരുമാനമാണ് അത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ജനങ്ങളുടെ പണം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കേരളത്തിൽ ഏറ്റവും ജനപ്രിയമായ ഒരു മാധ്യമം എന്ന നിലയിൽ സിനിമ ധാരാളം മനുഷ്യർ ആരാധിക്കുകയും വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും വലിയ തോതിലുള്ള ഒരു വ്യവസായമായി മാറുകയൊക്കെ ചെയ്ത സിനിമാ മേഖലയിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ, പ്രത്യേകിച്ചും ഒരു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് അത് ഉയർന്നു വന്നത്. അതിനിടയ്ക്ക് നിരവധി ആരോപണങ്ങൾ വന്നു, മീട്ടു പോലെയുള്ള സംഭവങ്ങൾ വന്നു, നിരവധി ചൂഷണങ്ങളുടെ കഥകൾ അതിൽ പുറത്തു വന്നു, അതിലൂടെ വന്നു. അതൊക്കെ ലൂസ് സ്റ്റോക്കായി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കമ്മീഷൻ അന്വേഷിച്ച് ഇത്രയധികം പണിയെടുത്ത് ഇത്രയധികം പണം മുടക്കി ഉണ്ടാക്കിയ ഒരു കമ്മീഷൻ, അതും ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ഹേമയാണ് അതിന്റെ തലസ്ഥാനത്തിരുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു റിപ്പോർട്ട് എന്താണെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ല. തീർച്ചയായും അതിൽ സംരക്ഷിക്കപ്പെടേണ്ടതൊക്കെ സംരക്ഷിക്കപ്പെടണം. ചില വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇര എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഇരയുടെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സംരക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമയ്ക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും ഒരു ഇരയുടെ പേര് വരാൻ പാടില്ല. നമ്മുടെ കേസ് നടത്തിപ്പിൽ പോലും അങ്ങനെ വരാൻ പാടില്ല, മാധ്യമങ്ങളിൽ വരാൻ പാടില്ല. പക്ഷേ വേട്ടക്കാരുടെ പേര് വരാലോ. അപ്പൊ അത് വന്നാലാണ് പ്രശ്നം. അപ്പൊ സിനിമാ മേഖലയിൽ വളരെ കാലമായി, പ്രത്യേകിച്ചും സ്ത്രീകൾ, പുതിയ പെൺകുട്ടികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെ കുറിച്ചുള്ള പരാതികൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയും അത് വലിയൊരു ശബ്ദമാവുകയും ചർച്ചയാവുകയും, പ്രത്യേകിച്ചും നടിയെ ആക്രമിച്ച കേസിൽ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഇത് പുറത്തു വരുന്നത്. തീർച്ചയായും ഇത് വരേണ്ടത് തന്നെയാണ്. ഇത് വന്നാൽ സിനിമ മുഴുവൻ നന്നാവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ എത്രയോ സ്ത്രീപീഡന കേസുകളുടെ ഫലങ്ങൾ പുറത്തു വന്നു. പക്ഷേ സ്ത്രീപീഡനമൊന്നും ഇവിടെ കുറവൊന്നുമില്ല. ഈ ഫീൽഡിന്റെ ഒരു പ്രശ്നം ഇവിടെ ഇത് വളരെ സെൻസിറ്റീവാണ്. ഇപ്പോൾ ഒരു നായക നടന്, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവിന്, അല്ലെങ്കിൽ ഒരു സംവിധായകന്, അല്ലെങ്കിൽ ഒരു ഇതിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന സിനിമയിലെ ചില ആളുകൾക്ക്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പോലുള്ള ചില ആളുകൾക്ക് ഒരു നടി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഒരു നടനെ പിന്നെ അത്രയില്ലെങ്കിലും വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. നമ്മുടെ ധാരാളം പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരൊക്കെ ചൂഷണത്തിന് വിധേയരാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായ നടപടിയാണ്. അപ്പോൾ ഈ നിർണായകമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളുകൾ ഇവരെ ചൂഷണം ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, സിനിമാ മേഖലയിൽ ഉണ്ടെങ്കിൽ, അത് പുറത്തു വരേണ്ടത് തന്നെയാണ്. അത് എത്ര വലിയ നടനായാലും നടിയായാലും അതിന് കൂട്ടുനിൽക്കുന്നവർ തീർച്ചയായും വലിയ തോതിലുള്ള തെറ്റാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നടന്മാരൊക്കെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം, അത് ചർച്ച ചെയ്യപ്പെടണം. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ തീർച്ചയായും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ചൊരു ശ്രദ്ധ ഇക്കാര്യത്തിൽ സിനിമാ രംഗത്തുള്ള പുരുഷന്മാർക്ക് ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമാണ് എന്നവരറിയണം. അതിന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സഹായിക്കട്ടെ. സർക്കാർ അതിനുവേണ്ടിയാണ് പണം മുടക്കിയത്. ജസ്റ്റിസ് ഹേമ അതിനുവേണ്ടിയാണ് അന്വേഷിച്ചത്. ജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് വിവരാവകാശ കമ്മീഷൻ ചെയ്തത്.